സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഋഷിയോട് ആ ഒരു ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പെരുമാറിയെങ്കിലും ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് നന്ദുവിനാണെങ്കിൽ ആകെ വിഷമമുണ്ട്. ആ വിഷമത്തിൻ്റെ പുറത്താണ് ചന്ദ്രോത്ത് വീട്ടിലേക്കും വന്നു കയറിയിരിക്കുന്നത്. ആകെ ഒരു പേടിയും വെപ്രാളവും ഉള്ള സമയത്ത് നമ്മുടെ കെവിൻ വിളിച്ച് ഋഷി മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം നന്ദുവിൻ്റെ അവസ്ഥ ആകെ മാറി. ശരിക്കും മാനസികമായി പ്രയാസമുള്ള ഒരാൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നന്ദു കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിന് വലിയ ശക്തിയൊന്നുമുള്ള ഒരാളെ അല്ല നന്ദു. പുറമെ ഇങ്ങനെ വലിയ തൻ്റെയോടും വർത്താനമൊക്കെ പറയുന്നെങ്കിലും പുള്ളിക്കാരൻ വെറും ഒരു സാധു ആയതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് മനസ്സിന് ഈ പ്രയാസം താങ്ങാൻ പറ്റുന്നില്ല. താനൊരു തെറ്റ് ചെയ്തു എന്നുള്ള കുറ്റബോധത്തിൽ നീറുന്ന നന്ദുവിനാണെങ്കിൽ സത്യങ്ങളൊന്നും ദേവികയോടോ മറ്റാരോടെയും തുറന്നു പറയാൻ പറ്റുന്നില്ല. അമ്മയും അച്ഛനും ദേവികയൊക്കെ മാറി മാറി ചോദിക്കുന്നുവെങ്കിലും ഒന്നും തുറന്നു പറയാതിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ രാത്രി പോലും ശകലം ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം ദേവിക അമ്മയോട് വന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, ആ സമയത്ത് തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നു എന്നൊക്കെ പ്രഭാവതിയും ചോദിക്കുന്നുണ്ട്. അധികം താമസിക്കാതെ തന്നെ MLA ദേവികയുടെ ചില പ്രോഗ്രാമുകളിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നന്ദുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്നാണ് ശാരികയുടെ കോളേജിലെ പ്രോഗ്രാമുള്ള ദിവസം. അവിടെ പോകാതിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. എങ്കിലും കുറേ പ്രോഗ്രാമുകളും സമയങ്ങളും ഒക്കെ വെട്ടിച്ചുരുക്കി ദേവികയാണെങ്കിൽ നന്ദുവിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ കാര്യം തിരക്കുന്നുവെങ്കിലും നന്ദു ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും ഓപ്പണായിട്ട് പറയുന്നില്ല. കാരണം പ്രഭാവതിയും ദേവികയും സിദ്ധു ഒക്കെ കൂടെ ഉണ്ടായതുകൊണ്ട് അവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ അവരും കൂടി ഈ കാര്യത്തെ ഓർത്ത് വിഷമിക്കേണ്ട എന്ന് വിചാരിച്ച് നന്ദു എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന നന്ദുവിന് പ്രത്യേകിച്ചൊരു മാറ്റവുമില്ല. നന്ദുവിൻ്റെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയ മുരളിക്കാണെങ്കിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷം തിരികെ വീട്ടിൽ വരുന്ന മുരളിയോട് ഭാർഗവി ചോദിക്കുന്നുണ്ട്, നന്ദുവിനിപ്പോൾ എങ്ങനെയുണ്ട്, നന്ദമോന് പനിയാണോ, എന്ത് പറ്റിയതാ എന്ന് നോക്കുമ്പോൾ പനിയൊന്നുമല്ല, അവൻ്റെ പെരുമാറ്റത്തിൽ അവൻ എന്തോ മാനസിക പ്രയാസം ഉള്ളതുപോലെ തോന്നുന്നു. എന്താ മോനെ നീ പറയുന്നത്, മാനസിക പ്രയാസമോ? അതിന് വേണ്ടിയിട്ട് നന്ദുവിന് എന്താ ഇത്ര വിഷമമെന്ന് ഗൗരിയും ചോദിക്കുമ്പം എനിക്കറിയില്ല, നന്ദു ആരോടെ ഒന്നും തുറന്നു പറയുന്നില്ല. അവൻ എന്തെങ്കിലും തുറന്നു പറഞ്ഞെങ്കിൽ മാത്രമല്ലേ അവൻ്റെ മനസ്സിലെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. നന്ദമോൻ്റെ മനസ്സിൽ എന്തോ ഒരു പേടി തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കുഞ്ഞിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ഭാർഗവിയും പറയുന്ന സമയത്ത് ഗൗരി ചോദിക്കുന്നുണ്ട്, ഇനി ചിലപ്പോൾ പ്രഭാവതി മേഡത്തെ ഋഷി അപമാനിച്ചില്ലേ, അതിൻ്റെ പേര് നന്ദു എന്തെങ്കിലും ചെന്ന് ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്തെങ്കിലും പറഞ്ഞ് വിരട്ടിയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റില്ല. ആ പീറ ചെറുക്ക എന്തെങ്കിലും പറഞ്ഞിട്ടാ കുഞ്ഞ് വിഷമിക്കുന്നതെന്ന് കാണാൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ അവൻ്റെ അമ്മയെ ഈ നാട്ടിൽ വെച്ചേക്കില്ല, രണ്ടിനെ ഞാൻ തുരത്തി ഓടിക്കുമെന്നൊക്കെ ഭാർഗവിയും വെല്ലുവിളിക്കുന്നു. അതേസമയം ദേവികയാണെങ്കിൽ ആകെ വിഷമത്തിലാണ്. അപ്പോൾ പ്രഭാവതി പറയുന്നു അവൻ്റെ മനസ്സിന് എന്തോ ഒരു വലിയ വിഷമം തട്ടിയിട്ടുണ്ട്, എന്താണെന്ന് ചോദിച്ചറിഞ്ഞേ പറ്റൂ. ആരുടെ ഒന്നും തുറന്നു പറഞ്ഞെങ്കിലല്ലേ നമുക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പം സിദ്ധു ആണെങ്കിൽ ചോദിക്കുന്നു, അച്ഛനോട് തുറന്നു പറ മോനെ, അച്ഛനും നീയും തമ്മി യാതൊരു രഹസ്യവും മറച്ചു വെച്ചിട്ടില്ലല്ലേ, എന്താണെങ്കിലും എന്നോട് തുറന്നു പറ, നമ്മളെയും കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാമെന്നൊക്കെ പറയുമ്പം നന്ദു ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നുണ്ട്. അതേസമയം കെവിനാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. നന്ദുവിനാണെങ്കിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് ദേവിക പറഞ്ഞതിൽ നിന്നും അറിഞ്ഞ് വരുന്ന കെവിനാണെങ്കിൽ കാണുന്ന കാഴ്ച കെവിനെ പോലും ഞെട്ടിച്ച് കളഞ്ഞു. റൂമിലേക്ക് വന്ന് കെവിനാണെങ്കിൽ നന്ദുവിന് വിളിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ച് വരണ്ട് പതുങ്ങിയിരിക്കുന്ന നന്ദനെ കണ്ട് ദേവികയും കെവിനും ഒരുപോലെ പേടിച്ച് നിൽക്കുന്നുണ്ട്. അതേസമയം അരുന്ധതിയാണെങ്കിൽ മകനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിൻ്റെ പേര് CPയോട് സങ്കടം പറയുന്നു. താൻ ഒരിക്കലും ഋഷിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അവൻ എന്നോടൊപ്പം നിൽക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് നിൽക്കട്ടായിരുന്നു, അവനെ പിരിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റില്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു CP, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഒപ്പിച്ചേ പറ്റൂ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അവനൊന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന സമയത്ത് മേഡം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നു. അത് കേട്ട് ഞെട്ടി വരച്ച് നമ്മുടെ അരുന്ധതിയാണെങ്കിൽ CPയോട് ചോദിക്കുന്നു, എന്താ എൻ്റെ മോനെക്കുറിച്ച് വല്ല അറിവും കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ഋഷി പോകുന്നതിന് മുമ്പ് അവൻ്റെ കൂട്ടുകാരെ കണ്ട് സംസാരിച്ചിട്ടാണ് പോലും പോയത്, കുറച്ച് നാളത്തേക്ക് ഈ നാട് വിട്ട് നിൽക്കുക, അമ്മയും CP സാറും തന്നെ ഉപദേശിച്ചെന്നും അതുകൊണ്ട് നാട് വിട്ട് നിൽക്കുകയാണ്, ചിലപ്പം തീർത്ഥാടനമായിരിക്കും, ചിലപ്പം നാട് ചുറ്റലോ, പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ കുറച്ച് നാൾ താമസിക്കുകയോ, എന്ന് തിരികെ വരണമെന്ന് തോന്നുന്നു അന്ന് മാത്രമേ താൻ തിരികെ വരുവുള്ളെന്നും ഫോണൊക്കെ തൽക്കാലം സ്വിച്ച് ഓഫ് ചെയ്യും, തൻ്റെ തിരക്കുകൾ താനൊന്ന് മാനസികമായിട്ട് ഓക്കെ ആയതിനു ശേഷം മാത്രമേ നാട്ടിലേക്ക് തിരികെ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാ പോലും പോയെന്ന് പറയുമ്പോൾ അരുന്ധതി ആകെ വിഷമിക്കുന്നു. അവൻ എന്തൊരു മണ്ടത്തരായി കാണിച്ചത്, അവനല്ലാതെ ഈ അമ്മയ്ക്ക് മറ്റാരുമില്ലെന്നുള്ള കാര്യം അവന് വ്യക്തമായിട്ട് അറിയില്ലേ,
അവന് ചിലപ്പോൾ എന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കത് പറ്റില്ല. ഈ അമ്മയ്ക്ക് അവനല്ലാതെ മറ്റാരും ഇല്ലെന്നുള്ള കാര്യം അറിയാവുന്ന അവൻ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും പറഞ്ഞ് അരുന്ധതി ആണെങ്കിൽ ആകെ വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരുന്ധതിക്ക് ചില പേടികളും ഉണ്ട്. പ്രഭാവതി അപമാനിച്ചതിൻ്റെ പേര് ഇനി ചന്ദ്രോത്ത് വീട്ടിലുള്ള ആരെങ്കിലും, അതായത് പ്രഭാവതി തൻ്റെ മകനെ അപായപ്പെടുത്തി കാണുമോ എന്നുള്ളൊരു പേടിയും അരുന്ധതി അലട്ടുന്നുണ്ടെങ്കിലും കൂട്ടുകാരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഋഷി പോയതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ഋഷിയെ കണ്ടെത്താനായിട്ട് CPയും ത്യാഗരാജനും അരുന്ധതിയും ശ്രമിക്കുന്ന സമയത്ത് നന്ദു ജയിലിലേക്ക് പോകേണ്ടി വരുമോ? എന്തായാലും നമ്മുടെ കെവിൻ നന്ദുവിനെ ചതിക്കാതിരുന്നാൽ മതിയായിരുന്നു. കാത്തിരിക്കാൻ എന്താകുമെന്ന്.